ഹലോ, എൻ്റെ പേര് ജിയാദ്. ഞാൻ ഈ 2025 എൻ്റെ കേരള എക്സാമിൽ ലഭിച്ചു. ഞാനിപ്പോൾ പഠിക്കുന്നത് ജിമ്മർ പോണ്ടിച്ചേരിയിലാണ്. നിങ്ങൾ ഇപ്പോൾ പലരും ഈ നീറ്റൊക്കെ കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് ഏത് കൊടുക്കണം എന്നതിൽ ആലോചിക്കണം. അപ്പോൾ ജിമ്മറത്തെ കാര്യങ്ങളിൽ ജിമ്മറത്തെ വിശേഷങ്ങൾ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ജിമ്മർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. ഇത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് 2-ലാണ് ഇതിൻ്റെ റാങ്കിങ് വന്നിട്ടുള്ളത്. ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അക്കാഡമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടോപ്പ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. പിന്നെ പല ഫാക്കൽറ്റീസും പറയുന്നത് നമ്മൾ മെഡിക്കൽ ലിറ്ററേച്ചറിൽ പഠിക്കാൻ വേണ്ടി എഴുതുന്ന ബുക്കുകളുടെ ഓതേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. റിസർച്ച്, കോൺഫറൻസസ്, പബ്ലിക്കേഷൻ, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ജിമ്മറാണ്. ഇവിടെ നല്ല സിമുലേഷൻ ലാബ് ആൻഡ് വെൽ എക്വിപ്ഡ് സെൻട്രൽ ലൈബ്രറി ഉണ്ട്. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്, നല്ല വിശാലമായിട്ട് റൂമുകളുണ്ട്. ഹോസ്റ്റലിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന റീഡിംഗ് റൂമുകൾ, ഇല്ലാണ്ടെങ്കിൽ റിക്രിയേഷൻ ഹാളുകളുണ്ട്, TV റൂം, നമുക്ക് അവിടെ തന്നെ ഒരു ഫ്രീ ആയിട്ട് ലോണ്ടറി ചെയ്തിരുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ 24 hour നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചൂടുവെള്ളം കിട്ടുക, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ 190 ഏക്കർ വരുന്ന ക്യാമ്പസാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, 24 hour ടർഫ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ക്രിക്കറ്റിന് ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഏകദേശം എല്ലാ സ്പോർട്സും ഉണ്ട്. ഇന്ത്യയിൽ ആകമാനല്ലേ ഹോക്കി, വോളിബോൾ, എല്ലാ സ്പോർട്സും ഉണ്ട്. ഇവിടെ കളിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഇൻഡോർ സ്റ്റേഡിയം, അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ഇതെല്ലാ സ്പോർട്സിനും ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് അവൈലബിൾ ആണ്. മെസ്സ് എന്ന് പറയുമ്പോൾ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സുകളുണ്ട്. അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഹോംലി ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ മലയാളികൾ നടത്തുന്ന മെസ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് നോർത്ത് ഫുഡ് സ്പെഷ്യൽ കഴിക്കുന്നുണ്ട്, ആന്ധ്ര മെസ്സ്, ബംഗാളി മെസ്സ് പറഞ്ഞിട്ട് കുറേ തരം മെസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വെൽ ബിൽഡ് ആയിട്ടുള്ള ഡയറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ മെസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. ഇനി അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറേ സ്കോളർഷിപ്പ് എന്തുണ്ട് അവൈലബിൾ ആണ്. ക്ലാസ്സുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെൽ ബിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടൈം ടേബിൾ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ക്ലാസ്സുകളും വളരെ ഡെപ്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും മനസ്സിലാവണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റർ കോളേജ് ഫെസ്റ്റ്, അതായത് സ്പന്ദൻ നടത്തുന്നത് ജിമ്മറിലാണ്. ഇപ്പോൾ ജിമ്മർ ക്യാമ്പസ് നമുക്ക് സ്പോർട്സ് ആവട്ടെ, കാലിസ്റ്റനിക്സ് പോലത്തെ സ്പോർട്സ് ഇറക്കുന്നതിൽ കൾച്ചറൽസ് വരെ വരുന്നുണ്ട് ഇതിൽ. ഇനി റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ കൊണൈസൻസ് ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പ്, ഏറ്റവും കൂടുതൽ കോൺഫറൻസുകൾ നടക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ് കോൺഫറൻസ് നടന്നത് കൊണൈസൻസ് നടക്കുന്നതും ജിമ്മറാണ്. ഇനി അതല്ല, ഇൻക്യുബേറ്റ് പോലത്തെ റിസർച്ചുകൾ, മാരത്തോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ ജിമ്മറിൽ പ്രോഗ്രാം അത് ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ക്ലബ്ബുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് ക്ലബ്, ഡാൻസ് ക്ലബ്, ഇങ്ങനെ ഡിബേറ്റിനാണെങ്കിൽ ഡിബേറ്റ് ക്ലബ്, റിസർച്ച് ക്ലബ്, ഇങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ട്, കുറേ കമ്മിറ്റീസ് ഉണ്ട്. കാരണം ഓരോ സ്റ്റുഡൻറ് പ്രോഗ്രാമുകൾ നടത്തുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാനുള്ള ഓരോ കമ്മിറ്റീസ് എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ കരിക്കുലവും എക്സ്ട്രാ കരിക്കുലവും ഒപ്പം കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റുഡൻസിന് സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ജിമ്മറിന്റെ എയിം എന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ജിമ്മറിന്റെ മല്ലു കമ്മിറ്റിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മർ കംപ്ലീറ്റ്ലി ഒരു ആന്റി റാഗിങ് ക്യാമ്പസ് ആണ്. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സീനിയേഴ്സിനായിട്ട് കമ്പനി ആവാൻ വേണ്ടി ചെറിയ ചെറിയ ഫൺ ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ സീനിയേഴ്സിനായിട്ട് കമ്പനി ആയതിലേക്ക് ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. ഇപ്പോൾ രാത്രി ഞങ്ങൾ ഗെയിം കളിക്കാനുണ്ടെങ്കിൽ അപ്പോൾ അയാൾ റൂമിലേക്ക് പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഞങ്ങൾ എന്താ ചെയ്യുന്നുണ്ട്, കമ്പനിയാണ് സീനിയേഴ്സിനായിട്ട്. അപ്പോൾ ഇതൊക്കെ അവനെ എന്തുണ്ട്, ചെറിയ ചെറിയ ഇൻട്രാക്ഷൻസ്, ഫൺ ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട്, ചെറിയ ടാസ്കുകളൊക്കെ തന്നിട്ട്. പക്ഷേ ഇത് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ജിമ്മർ ആണത് കംപ്ലീറ്റ്ലി ആന്റി ഫ്രീ ക്യാമ്പസ് ആണ്. ഇവിടെ എന്ത് ചെയ്യില്ല, നമ്മളെ സ്ട്രെസ് എടുപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യിപ്പിക്കില്ല നമ്മളെ. പിന്നെ എന്താ പറയുക, സീനിയേഴ്സ് ഒക്കെ പറഞ്ഞാൽ അത്രയും ഹെൽപ്ഫുൾ ആണ് ഞങ്ങൾക്ക്. എന്തെങ്കിലും പുറത്ത് പോകാൻ ആവശ്യം, എന്തെങ്കിലും വണ്ടി ചോദിക്കണം, എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്യും, നമ്മളെപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സീനിയേഴ്സിൻ്റെ. പിന്നെ അവിടെ ഒരു മല്ലു കമ്മ്യൂണിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. ഞങ്ങളെല്ലാവരും നമ്മൾ ഈ സീനിയർ ജൂനിയർ ബന്ധമില്ലാതെ എല്ലാവരെയും കമ്പനി വിടുന്നുണ്ട്. ഇപ്പോൾ MBBS മാത്രമല്ല, അല്ലാതെ മല്ലൂസും ഉണ്ട്, എല്ലാവരെയും നമ്മൾ കമ്പനി ആവുന്നുണ്ട്. ഇപ്പോൾ MBBS പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ MBBS എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഒരു ഇതുണ്ട്, ഒരു ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആൻഷ്യസ് ആയിരിക്കും നമ്മൾ. അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ MBBS എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 3 സബ്ജക്റ്റാണ് ഉണ്ടാവുക: അനാട്ടമി, ഫിസിയോളജി, ബയോകെമി. ഈ 3 സബ്ജക്റ്റ് എന്താണ്, റിലേറ്റീവ്ലി ഈസിയർ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എന്നും കുറച്ച് പഠിക്കണം. എന്നും കുറച്ച് പഠിക്കാതെ നമുക്ക് ഇതൊന്നും അത്ര സ്ട്രെസ് വെക്കേണ്ട ആവശ്യമില്ലാത്തൊരു സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇവയൊക്കെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ വൊളറ്റൈലാണ്, എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മറന്നു പോകാം നമ്മൾ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ നമുക്കൊക്കെ ഈസി ആയിട്ട് പോവാം. നീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സിലബസ് തന്നെ വളരെ വാസ്റ്റാണ്. വാസ്റ്റ് പറഞ്ഞാൽ അത്രയും ഉണ്ട് കവർ ചെയ്യാൻ. പക്ഷേ അത്ര സ്ട്രെസ് എടുക്കണോ, അതില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈം ഉണ്ട്, അതിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ എക്സാം ഒക്കെ പാസ്സാവുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും പാസ്സാകാൻ കഴിയും. അപ്പോൾ സ്ട്രെസ്സിനെ കമ്പയർ ചെയ്യാണ്ടെങ്കിൽ MBBS കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ തന്നെ പറയാൻ കഴിയും നീറ്റിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ സബ്ജക്റ്റുകൾ ഇപ്പോൾ പറയാം, ജിമ്മറിൻ്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ജിമ്മറിൽ സെക്കൻഡ് ഇയർ 1.5 years ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കോളേജിൽ 4th year ആണ് 1.5 years ഉണ്ടാവുക.
അതൊരു ബാക്കിയുള്ള കോളേജിന് വെച്ച് ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ജിമ്മർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോണമസ് കോളേജും കൂടിയാണ്. ഇനി ജിമ്മർ പോണ്ടിച്ചേരിയിലേക്ക് കയറാൻ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്ര നോക്കാം. ജനറലി 260 വരുന്നത്, OBC 748 ലാസ്റ്റ് ആയിട്ട് കയറിയ റാങ്ക്. ഇത് സെക്കൻഡ് റൗണ്ടിൽ കയറിയതാണ്. ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും കൺസിസ്റ്റന്റ്ലി ഇതന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം 24 ജനറലിൽ 350 വരെയും OBC 867 വരെയും പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. എന്തായാലും ഈ ഒരു റാങ്ക് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം.